രാവിലെ തന്നെ ഇവളെന്താ ഈ പട്ടിനെ കാണിച്ചിരിക്കുന്നതെന്നായിരിക്കും അല്ലേ നിങ്ങളിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും. എന്നാൽ അതല്ല കേട്ടോ. ഞാൻ രാവിലെ തന്നെ പല്ല് തെച്ചിരിക്കുമ്പോഴാണ് ഒരു മയിലിനെ എവിടെയോ കണ്ടത്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കാൻ പോയപ്പോഴാണ് അപ്പോഴത്തേക്ക് അതിനെ കാണുന്നില്ലേ. പിന്നെ ഞാൻ വന്നപ്പോൾ ഈ പട്ടികളാട്ടോ കണ്ടത്. അപ്പോൾ പിന്നെ വിചാരിച്ചാൽ അതെങ്കിലും എടുക്കാമല്ലോ. പിന്നെ ഞാൻ ഫോൺ എടുത്ത് വന്നതാണോ എന്ന് പറഞ്ഞിട്ടാവും വീണ്ടും ഇതാ മയിലിനെ പിന്നും കണ്ടിട്ടോ. ഇത് കണ്ടിട്ടാരും കോഴിയാണെന്നൊന്നും തെറ്റിദ്ധരിക്കല്ലേ. നമ്മുടെ ഫോൺ പിന്നെ അത്ര അടിപൊളി ആയിക്കൊണ്ട് അത്ര സൂം ചെയ്യാൻ പറ്റുള്ളേ. പിന്നെ ഞാൻ ചായ എല്ലാം കുടിച്ച് വേഗം ക്ലിനിക്സിലേക്ക് പോയിട്ടോ. പിന്നെ ക്ലിനിക്സൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പം ഷാദിക്ക് നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഷാദിനും കൂട്ടി ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ വിചാരിച്ചേ. അങ്ങനെ വെറുതെ അങ്ങോട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റൂലേ. ഇതുപോലെ കുറേ കടമ്പങ്ങളൊക്കെ കിടക്കണം കേട്ടോ ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ. അപ്പോൾ ഇതാട്ടോ ഞങ്ങളുടെ ഹോസ്റ്റലിലെ പുറത്തുള്ള വ്യൂ. പിന്നെ ഇതാ ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ കോളേജിൻ്റെ കോമ്പൗണ്ട് പെട്ട തന്നെ കേട്ടോ. ഞങ്ങളെ ശ്രദ്ധിക്കാൻ ഇവിടെ കുറേ സെക്യൂരിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ നിൽക്കണുണ്ടില്ലേ. അതുപോലെ തന്നെ ഇതാട്ടോ ഞങ്ങളുടെ കോളേജ്. ഇനി ആരും കണ്ടില്ല എന്ന് പറയരുതേ. ഞങ്ങളുടെ കോളേജ് ഒരു മലേൻ്റെ മുകളിലാട്ടുള്ളത്. ഇന്നും രാവിലെ ആ 18ാം പടി കയറിയിട്ടാട്ടോ ഞങ്ങൾ ആ കോളേജിലെത്തുന്നത്. ഹോസ്പിറ്റലിലേക്ക് അതുപോലെ തന്നെ ഞങ്ങൾ നടന്നിട്ടാണ് പോകുന്നത്. ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. ഇങ്ങനെ ആമ നടക്കണ പോലെ നടന്ന എപ്പോൾ എത്താനോ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സ്പീഡ് കൂട്ടിട്ടോ. ഈ വീഡിയോ ഇത്രയും ഷെയ്ക്കാവാൻ കാരണം ഞാൻ മാത്രമല്ല കേട്ടോ. ഒന്നാമത്തെ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ശബരിമലയ്ക്ക് പോകുന്ന പോലത്തെ കുറേ കല്ലും മുള്ളും താണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. അങ്ങനെ ഞങ്ങൾ കാടും മലയൊക്കെ താണ്ടി ലാസ്റ്റ് ഇതാ റോഡ് കണ്ടുപിടിച്ചിട്ടോ. ഞങ്ങളല്ലെങ്കിലും ഈ ഹോസ്പിറ്റൽ കേസ് ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് പുറത്തൊക്കെ ഇതാ ഇതുപോലെ പോവേ. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ശനിയാഴ്ച തന്നെ കേട്ടോ. ഓ അതെന്താന്ന് പറഞ്ഞാൽ പിറ്റേന്ന് ഞായറാഴ്ച ആണല്ലോ. അങ്ങനെ അവസാനം ഞങ്ങൾ നടന്ന് ഹോസ്പിറ്റലിലെത്തിട്ടോ. അങ്ങനെ ഷാദിനെ കാണിക്കാൻ പോയപ്പോൾ കുറച്ച് നേരം ഷാദിനെ വെയിറ്റ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് തന്നെ മെഡിസിനൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ചായ കുടിക്കാനാണ് പോയത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു കടയിൽ ഒരാഴ്ചയിൽ പോയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാത്ത പോലാണ്. മെനു കാർഡ് നോക്കണ കണ്ടാൽ വിചാരിക്കും ഇപ്പോൾ അതെല്ലാം കൂടി വാങ്ങിക്കാനുള്ളതാണ്. ഞങ്ങളുടെ എല്ലാവരും കൂടി ഒരു മോമോസും വാങ്ങിച്ചു. പിന്നെ ഒരു ബൂസ്റ്റും ചായയും പിന്നെ മിൻലൈമും എല്ലാം കൂടി വാങ്ങിച്ചു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ ഹോസ്പിറ്റലിലേക്കാണല്ലോ വന്നത്. അപ്പോൾ പിന്നെ തിരിച്ച് പോകുമ്പോൾ എന്തായാലും ഫ്രൂട്ട്സ് ഇല്ലാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇതാ വാങ്ങിച്ച് തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ പോവാണേ. രാത്രി ആയിക്കൊണ്ട് ഓട്ടോ കയറാൻ വിചാരിച്ച് ഇതാ നോക്കിയപ്പോൾ ഇതാ പ്ലിങ്ങായി അതിലാരുമില്ല. അപ്പോൾ നമ്മൾ വേറെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇതാ ഹോസ്റ്റലിലേക്ക് പോവാണ് കേട്ടോ. എന്നും പോകുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് പെട്ടെന്ന് എത്തിയെന്ന് തന്നെ പറയാം കേട്ടോ. എന്നും പോവുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ കടയിലൊക്കെ കയറി ആവശ്യമുള്ളതൊക്കെ വാങ്ങി അങ്ങനെയൊക്കെയാണ്. ഇന്ന് പിന്നെ ഷാദിയൊക്കെ വയ്യല്ലോ വിചാരിച്ചിട്ട് വല്ലാണ്ട് കറങ്ങാനൊന്നും നിന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഇതാ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയേ. നൈറ്റിലേക്കുള്ള ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതപ്പം തന്നെ പെട്ടെന്ന് എത്തി. അപ്പോഴേക്കും ഞങ്ങളിതാ വേഗം എല്ലാവരും കൂടി ഒരു കുളി പാസ്സാക്കി വേഗം തന്നെ കഴിക്കാനൊക്കെ സെറ്റായേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.